ഹൈ ഓൾ എന്യൂമറേഷൻ ഫോം BL നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള എന്യൂമറേഷൻ ഫോം എങ്ങനെ ആണ് നിറയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്യൂമറേഷൻ ഫോം BL ബ്ലോക്ക് ലെവൽ ഓഫീസേഴ്സ് മിക്കവാറും എല്ലാ വീട്ടിലും എത്തിച്ച് കാണും. കുറേ പേര് നിറച്ചും കൊടുത്ത് കാണും, പിന്നെ കുറേ പേര് കൊടുക്കാനും കാണും, ഇനി കുറേ പേരുടെ കിട്ടാത്തത് കാണും. ഇനി വരും ദിവസങ്ങളിൽ BL അവരവരുടെ വീടുകളിൽ ഫോം എത്തിക്കും. ഓക്കെ, നെക്സ്റ്റ് അത് ഫസ്റ്റ് 5 കോളം ആൾറെഡി പ്രീ പ്രിന്റഡ് ആണ്. ഇത് 2 കോളം ഡീറ്റെയിൽസ് നടത്തുന്നത്, ബാക്കി വിത്തൗട്ട് ഹാവ് എനി ഡീറ്റെയിൽസ്. ഇത് 3ാമത്തെ കോളം QR കോഡാണ്. നെക്സ്റ്റ് വൺ ഓൾഡ് ഫോട്ടോയാണ്. കഴിഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള അതേ ഫോട്ടോയാണ്. ദെൻ നിലവിലെ ഫോട്ടോ ഇവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, റീസെൻറ്റ് സൈസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഫോമിൻ്റെ കൂടെ. ഓക്കെ, ദെൻ ഫസ്റ്റ് കോളത്തിൽ ജനനത്തീയതിയാണ്, ഡേറ്റ്, മന്ത്, ഇയർ. ഈ ഫോർമാറ്റിൽ നിറയ്ക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡേറ്റ്, മന്ത്, ഇയർ. അപ്പോൾ ഡേറ്റ് 29 മെയ് 1984 എൻ്റെ ജനന തീയതി എങ്കിൽ നമ്മൾ 29/05/1984 എന്നെഴുതുക. അല്ലെങ്കിൽ ഈ രീതിയിലും നിറയ്ക്കാം, ഈ രീതിയിലും നമുക്ക് എഴുതാം. അതുമല്ല, കോളത്തിലാണ് നമുക്ക് ഫോം കിട്ടിയത്. ഓരോ കോളത്തിലുള്ള ഫോമാണ് കിട്ടിയെങ്കിൽ നമ്മൾ ഓരോ അക്ഷരവും ഓരോ കോളത്തിൽ ഓരോ അക്ഷരം വെച്ച് എഴുതുക. ദെൻ 29ൻ്റെ 2/9 ഓരോ കോളത്തിൽ എഴുതുക. പിന്നെ ഈ 05 പിന്നെ 1984 ഓരോ കോളത്തിൽ എഴുതി. ഓക്കെ, ദെൻ ആധാർ നമ്പർ ഓപ്ഷണലാണ്. ആധാർ നമ്പർ നോട്ട് കമ്പൽസറി, ഉണ്ടെങ്കിൽ എഴുതുക. ആധാർ നമ്പർ എഴുതിയാൽ നമ്മുടെ ഇലക്ഷൻ ഐഡൻറ്റി കാർഡുമായിട്ട് ആധാർ ലിങ്ക് ആവും. ഓക്കെ, ആധാർ നമ്പറുമായിട്ട് ഇലക്ഷൻ ഐഡൻറ്റി കാർഡ് ലിങ്ക് ആവും. ദെൻ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് എഴുതുക. ദെൻ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് എഴുതുക. ദെൻ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ എന്ന് പറയുന്നത് വോട്ടർ ഐഡൻറ്റി കാർഡ് നമ്പർ, ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റി കാർഡ് നമ്പറിൻ്റെ പേരാണ് എപ്പിക് നമ്പർ, ഷോർട്ട് ഫോം. പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റി കാർഡ് നമ്പർ. നോട്ട് കമ്പൽസറി, ലഭ്യമാണെങ്കിൽ എഴുതുക. ദെൻ മാതാവിൻ്റെ പേര് ഇവിടെ എഴുതുക. ദെൻ മാതാവിൻ്റെ എപ്പിക് നമ്പർ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റി കാർഡ് നമ്പർ, ദാറ്റ് ഈസ് ദ വോട്ടർ ഐഡൻറ്റി കാർഡ് നമ്പർ ഇവിടെ എഴുതുക. മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ ഫോട്ടോ ഐഡൻറ്റി കാർഡ് നമ്പർ, വോട്ടർ ID കാർഡ് നമ്പർ. ദെൻ പങ്കാളിയുടെ പേര് ആവശ്യമുള്ളത് വിവാഹിതനാണെങ്കിൽ മാത്രം മതി. ഇഫ് ദ വോട്ടർ ഈസ് മാരീഡ്, those who are unmarried, ഈ കോളം 2 ബ്ലാങ്ക് വിട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പം ഈ വോട്ടറുടെ പേര് നമ്മളെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള ഇതാണെങ്കിൽ, ഭർത്താവിൻ്റെ പേരിലുള്ള എന്യൂമറേഷൻ ഫോം ആണെങ്കിൽ ഈ പങ്കാളിയുടെ പേരിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഭാര്യയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്, പൂരിപ്പിക്കേണ്ടത്. പിന്നെ പങ്കാളിയുടെ എപ്പിക് നമ്പർ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റി കാർഡ് നമ്പർ താഴെ പൂരിപ്പിക്കും. ഓക്കെ, താഴെ എഴുതണം. ഇവിടെ വോട്ടറുടെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള എന്യൂമറേഷൻ ഫോം ആണെങ്കിൽ, ഭർത്താവിൻ്റെ പേരിലുള്ള എന്യൂമറേഷൻ ഫോം ആണെങ്കിൽ പങ്കാളിയുടെ പേരിൻ്റെ സ്ഥാനത്ത് ഭാര്യയുടെ പേരെഴുതണം. ദെൻ എപ്പിക് നമ്പർ ഭാര്യയുടേതായിരിക്കും എഴുതേണ്ടത് താഴെ. ദെൻ ഭാര്യയുടെ പേരിലുള്ള ഫോം ആണെങ്കിൽ, എന്യൂമറേഷൻ ഫോം ആണ് എങ്കിൽ ഭർത്താവിൻ്റെ പേര് ഇവിടെ എഴുതുകയും ഭർത്താവിൻ്റെ പേരിൽ എപ്പിക് നമ്പർ വോട്ടർ ID നമ്പർ താഴെ എഴുതുകയും ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത കോളം എന്ന് പറയുന്നത് അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ്. അവസാന SIRൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ്. SIR 2002 അവസാനമായിട്ട് നമ്മുടെ കോംപ്രഹെൻസീവ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയത് കേരളത്തിൽ. അപ്പോൾ വോട്ടറുടെ പേര് ഇവിടെ എഴുതുക. അപ്പോൾ 2002 SIR പ്രകാരം SIRൻ്റെ ഫുൾ ഫോം എന്തുവാണെന്ന് ആൾറെഡി ഐ ടെൽ
സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിപ്പോർട്ട് മീൻസ് 2002 വോട്ടർ പട്ടിക അനുസരിച്ചുള്ള ലിസ്റ്റാണ്, പേരുകളാണ്, ഡീറ്റെയിൽസാണ് ഇവിടെ നിറയ്ക്കേണ്ടത്. 2002 വിശദാംശങ്ങളാണ് ഇവിടെ, വോട്ടർ പട്ടിക അനുസരിച്ചുള്ള വിശദാംശങ്ങളാണ് ഇവിടെ നിറയ്ക്കേണ്ടത്. ഓക്കെ, വോട്ടറുടെ പേര് 2002 വോട്ടർ പട്ടിക നോക്കി വോട്ടറുടെ പേരെഴുതണം. എപ്പിക് നമ്പർ എന്ന് പറയുന്ന വോട്ടർ ID കാർഡ് നമ്പർ. ദെൻ ബന്ധുവിൻ്റെ പേര് ഇപ്പം അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അച്ഛൻ്റെ പേര് എഴുതുക. അച്ഛൻ്റെ പേര് വോട്ടർ ID 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ പേര് എഴുതണം. അഥവാ മരിച്ചു പോയെങ്കിൽ ലേറ്റ് എന്ന് എഴുതുക. ഓക്കെ, അച്ഛൻ്റെ പേര് എഴുതിയിട്ട് ലേറ്റ്. പിന്നെ ബന്ധം അച്ഛൻ്റെ പേര് എഴുതുകയാണെങ്കിൽ ബന്ധം ഫാദർ എന്ന് എഴുതണം. ഫാദർ എന്ന് ഇപ്പം മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഈ ഫോം നിറയ്ക്കാം. മലയാളത്തിൽ നിറയ്ക്കുന്നതാണ് നിറയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇംഗ്ലീഷിൽ എഴുതുന്നതാണ് നല്ലത്. കാരണം ഈ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പേരുകൾ തമ്മിൽ മലയാളത്തിൽ അവർക്ക് മനസ്സിലാവത്തുണ്ട്, ചില വ്യത്യാസങ്ങളൊക്കെ വരാം. അതുകൊണ്ട് ഇംഗ്ലീഷിൽ നിറയ്ക്കുന്നതാണ്, ഫില്ലപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ദെൻ ബന്ധുവിൻ്റെ പേര്, അപ്പോൾ ബന്ധുവിൻ്റെ പേരിൻ്റെ അച്ഛൻ്റെ പേര് എഴുതിയാൽ താഴെ ബന്ധം ഫാദർ എന്ന് കാണിക്കണം. മദറിൻ്റെ പേരാണ് എഴുതുന്നതെങ്കിൽ അത് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള ആളുടെ പേര്, ബന്ധുവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ആദ്യം അച്ഛന് അമ്മ ഉണ്ടെങ്കിൽ എഴുതുക. അപ്പോൾ ബന്ധുവിൻ്റെ പേര് അമ്മയെന്ന് എഴുതുകയാണെങ്കിൽ അമ്മയുടെ പേര് ഇവിടെ എഴുതണം. ദെൻ ബന്ധം അമ്മ എന്ന് കാണിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ മദർ എന്ന് എഴുതണം. ഓക്കെ, ദെൻ ജില്ല, ഡിസ്ട്രിക്ട്, ജില്ല ഏതാണെന്ന് ഇവിടെ എഴുതണം, അവരുടെ ജില്ല. ദെൻ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള അത് നോക്കി എഴുതണം. അത് BLOയുടെ കയ്യിൽ ഒരു കോപ്പി BLO വച്ചിരിക്കും. 2002 SIR 2002 പ്രകാരമുള്ള വോട്ടേഴ്സ് ലിസ്റ്റ്. ദെൻ അല്ലെങ്കിൽ നമുക്ക് ceo.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പോയി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ceo.kerala.gov.in. CEO means Chief Electoral Officer. Then അടുത്തത് സംസ്ഥാനത്തിൻ്റെ പേര്. ഏത് സംസ്ഥാനത്തിലാണ് വോട്ടേഴ്സ് താമസിക്കുന്നത് ആ സംസ്ഥാനത്തിൻ്റെ പേര്. നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, അവരുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് 2002 ഈ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് മാത്രമായിട്ടുള്ളതാണ്. 2002 SIR 2002 സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ വോട്ടർ പട്ടിക 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ മാത്രം ഡീറ്റെയിലാണ് ഇവിടെ നിറയ്ക്കുന്നത്. പിന്നെ സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് 2002 വോട്ടേഴ്സ് പട്ടികയിൽ കാണും, അത് നോക്കി എഴുതണം, അതിലുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ AC കോഡ് ഒന്ന് എഴുതും. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി AC കോഡ്, പാർട്ട് കോഡ്, സീരിയൽ നമ്പർ ഇൻ പാർട്ട്, അങ്ങനെ 3 കോളമുണ്ട്. AC കോഡ്, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി നമ്പർ. നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പറാണ് AC കോഡ് എന്ന് കാണിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ SC കോഡ് കാണിക്കും, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, അതിൻ്റെ നമ്പർ, അതാണ് ഇവിടെ എഴുതേണ്ടത്. ദെൻ അടുത്ത കോളം എന്ന് പറയുന്ന ഭാഗം നമ്പർ. 2002 വോട്ടർ പട്ടികയിലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ കൊടുത്ത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നമ്പർ, ആദ്യത്തെ കോളം അതാണ്. ദെൻ ഭാഗം നമ്പർ എന്ന് പറയുന്നത് അത് പാർട്ട് നമ്പർ, ഇംഗ്ലീഷിൽ പാർട്ട് നമ്പർ എന്ന് പറയും. ഭാഗം നമ്പർ, പാർട്ട് നമ്പർ എത്ര ഇതിലാണോ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നത് അതാണ് എഴുതേണ്ടത്. നമ്മുടെ ഭാഗം നമ്പർ, പാർട്ട് നമ്പർ. ദെൻ ക്രമനമ്പർ എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പർ ഇൻ പാർട്ട് എന്ന കോളം ഉണ്ട്. അതിൽ 2002 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇലക്ടേഴ്സ് ലിസ്റ്റിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ
എന്തുവാണ് ക്രമ നമ്പറിന് പകരം എന്തുവാണ് ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത് സീരിയൽ നമ്പർ ഇൻ പാർട്ടാണ് ക്രമ നമ്പർ. ഓക്കെ, അതുപോലെ ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽ അവസാന SIRന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളുടെ വിശദാംശങ്ങളാണ് എഴുതുന്നത്. 2002 അവസാന വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളിൻ്റെ വോട്ടറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിറയ്ക്കേണ്ടത്. പ്രത്യേകം ഓർമ്മ വെക്കണം. 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള ആളിൻ്റെ അതുപോലെ ഡീറ്റെയിൽസ് ഇവിടെ നിറയ്ക്കണം. ഓക്കെ, ദെൻ ഈ കോളത്തിലില്ല 2002 SIR 2002 ലിസ്റ്റിൽ ഇല്ലാത്തവർ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ നമ്മൾ മുൻകോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. മുൻകോളത്തിൽ അവസാന SIRൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങൾ SIR 2002 പിന്നെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ 2002 ഈ ഭാഗം 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രം പൂരിപ്പിക്കുക. പിന്നെ 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ മാത്രം ഇവിടെ പൂരിപ്പിക്കുക. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ മാത്രം ഈ സൈഡ് പൂരിപ്പിക്കുക. അത് പേരില്ലാത്തവർ അവരുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ നിറയ്ക്കേണ്ടത്. അച്ഛനോ അമ്മയോ ഇല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ അങ്ങനെ ബന്ധുവിൻ്റെ ഡീറ്റെയിൽ 2002 SIR വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുവിൻ്റെ ഡീറ്റെയിലാണ് ഇവിടെ നിറയ്ക്കേണ്ടത്. പ്രത്യേക ഓർമ്മ വയ്ക്കുക. അപ്പോൾ ഈ 2002 വോട്ടർ പട്ടിക 2002 ഉൾപ്പെടാത്തവരുടെ പേര് അവരുടെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ നിറയ്ക്കേണ്ടത്. അവരുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നിറയ്ക്കേണ്ടത്. ഇവിടെ ബ്ലാങ്ക് വിട്ടേക്കുക, നിറയ്ക്കേണ്ട ആവശ്യമില്ല. ദെൻ അവിടെ എന്തൊക്കെയാണ് നിറയ്ക്കേണ്ട പേര്. അപ്പം ഇവിടെ ബന്ധുവിൻ്റെ പേര് അച്ഛനോ അമ്മയോ, നമ്മുടെ അച്ഛനോ അമ്മയോ, പിന്നെ ഗ്രാൻഡ് ഫാദറോ അച്ഛനും അമ്മയില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഗ്രാൻഡ് ഫാദറോ ആകാം. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പേരുണ്ടെങ്കിൽ ഇവിടെ നിറയ്ക്കണം. അച്ഛൻ്റെ പേരാണെങ്കിൽ അച്ഛൻ്റെ പേരെഴുതുക. ദെൻ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞ വോട്ടർ ID കാർഡ് നമ്പർ ഇവിടെ നിറയ്ക്കുക, ഇവിടെ എഴുതുക. പിന്നെ ബന്ധുവിൻ്റെ പേരാണ്. അപ്പോൾ ഈ ബന്ധുവിൻ്റെ നമ്മുടെ പേരെഴുതിയിരിക്കുന്ന അച്ഛൻ്റെ പേരെഴുതിയാണ് അച്ഛൻ്റെ ബന്ധുവിൻ്റെ പേരെന്ന് പറയുന്നത് അച്ഛൻ്റെ അച്ഛനാണ്. ഓക്കെ, അച്ഛൻ്റെ അച്ഛൻ പേര് ഇവിടെ എഴുതുക. ദെൻ ബന്ധം എഴുതുക. അച്ഛൻ്റെ ബന്ധമാകുമ്പോൾ ഫാദർ എന്ന് എഴുതുക. ദെൻ അമ്മയുടേതാണ് കൊടുത്തേക്കുന്നതെങ്കിൽ അമ്മയുടെ പേര് ഇവിടെ എഴുതണം. അമ്മയുടെ വോട്ടർ ID കാർഡ് നമ്പർ ഇവിടെ എഴുതണം. ബന്ധുവിൻ്റെ പേര് ഇവിടെ എഴുതണം. ബന്ധുവിൻ്റെ പേരാകുമ്പോൾ അമ്മയുടെ ഹസ്ബൻഡിൻ്റെ പേര് ഇവിടെ എഴുതുക. ദെൻ ബന്ധം എഴുതുക, ഹസ്ബൻഡ് എന്ന്. ദെൻ ജില്ല എഴുതണം, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്. ഇവയെല്ലാം 2002 വോട്ടേഴ്സ് ലിസ്റ്റിലെ ബന്ധുക്കളെ വിശദാംശങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ബന്ധുക്കളുടെ വിശദാംശങ്ങളാണ് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ബന്ധുക്കളുടെ വിശദാംശങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്, ഇവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത്. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആൾക്കാരാണ് അവരുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് ഇവിടെ നിറയ്ക്കേണ്ടത്. പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ആ 2002 വോട്ടർ പട്ടികയിലെ നമ്മുടെ ബന്ധുക്കളുടെ പേരുള്ളതിനകത്ത് ആ ലിസ്റ്റിൽ കാണും, വോട്ടേഴ്സ് ലിസ്റ്റിൽ കാണും. അത് നോക്കി നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് നിറയ്ക്കണം. നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് കാണിച്ചിരിക്കും ഫസ്റ്റ് കോളം. ആ നമ്പരാണ് കൊടുക്കേണ്ടത്. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ കോഡ്. പിന്നെ ഭാഗം നമ്പർ എന്ന് പറയുന്നത് പാർട്ട് നമ്പർ. രണ്ടാമത്തെ കോളം പാർട്ട് നമ്പർ. എത്ര ഇതിലാണ് നമ്മൾ വരുന്നതെന്ന് വെച്ചാൽ അത് നിറയ്ക്കണം. ദെൻ സീരിയൽ നമ്പർ ഇൻ പാർട്ട് എന്ന് പറയുന്നതാണ് ക്രമ നമ്പർ.
അപ്പോൾ അതിവിടെ എഴുതണം. ഏത് ക്രമത്തിലാണ് ഈ നമ്മുടെ ബന്ധുവിൻ്റെ പേര് നിറച്ചത്, അത് ഏത് ക്രമത്തിലാണ് ഏത് സീരിയലിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ എഴുതണം. ഓക്കെ, ഇനി ആർക്കും ഒരു ഡൗട്ടും ഇല്ലെന്ന് തോന്നുന്നു. ഇനി അടുത്തതായിട്ട് പ്രതിജ്ഞാപത്രമാണ്, സർട്ടിഫിക്കറ്റ്, ഡിക്ലറേഷൻ വായിച്ചു നോക്കുക. പിന്നെ ഒരു തെറ്റും കൂടാതെ ഇല്ലെന്നും പറഞ്ഞ് ഇല്ലെങ്കിൽ സൈൻ ചെയ്യുക. പിന്നെ നമ്മൾ സൈൻ ചെയ്യുക. നമ്മളിവിടെ ഇല്ലെങ്കിൽ മുതിർന്ന കുടുംബത്തിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഒപ്പിടാം. നമ്മൾ ഒരുപക്ഷെ പ്രവാസിയായ വോട്ടേഴ്സിൻ്റെ പേരാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മുതിർന്ന അംഗത്തിന് അത് സൈൻ ചെയ്യാൻ കഴിയും. പിന്നെ പക്ഷേ അവർ ബന്ധവും എഴുതേണ്ടതാണ്. ബ്രാക്കറ്റിൽ സൈൻ ചെയ്തിട്ട് അവരുമായിട്ടുള്ള ബന്ധം എഴുതണം. അച്ഛനാണോ അമ്മയാണോ എന്നുള്ള ബന്ധം എഴുതണം. ദെൻ ഡേറ്റ് ഇടുക, തീയതി. ഇവിടെ BLO പ്രതിജ്ഞാപത്രമാണ്. SIR ലെറ്റർ റോളിൽ നിന്ന് മുകളിൽ പറഞ്ഞ വിശദാംശങ്ങൾ ഞാൻ പരിശോധിച്ചു. SIR 2002 ഡീറ്റെയിൽസ് അനുസരിച്ചുള്ള വിവരം ഞാൻ പരിശോധിച്ചു എന്ന് പറഞ്ഞാണ് BLO ഒപ്പിടേണ്ടത്. അപ്പോൾ BLOയും ചെക്ക് ചെയ്താണ് ഒപ്പിടേണ്ടത്. ഓക്കെ, ഇവിടെ BLOയുടെ ഒപ്പ്, ഇവിടെ നമ്മുടെ ഒപ്പ്, ഈ വോട്ടേഴ്സിൻ്റെ ഒപ്പ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായത് വിശ്വസിക്കുന്നു. താങ്ക് യു.